ഉമ്മ കൊടുത്തു അല്ലെങ്കിൽ കൈ പിടിച്ചിരുന്നു. നമ്മൾ വൾഗർ ആയിട്ടുള്ള രീതിയിൽ ഒന്നും അതിൻ്റെ അകത്ത് ചെയ്തിട്ടില്ല. വളരെ ബേസിക് ആയിട്ട് പുറത്തും ആളുകൾ എല്ലാവരും ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. സൗഹൃദത്തിന്റെ മുകളിലേക്ക് പോകുന്ന ഒരു തരത്തിലുള്ള കോൺവെർസേഷൻസോ അല്ലെങ്കിൽ ഡിസ്കഷൻസോ ഒരു ആക്ഷൻസോ അതിൻ്റെ അകത്ത് ചെയ്തിട്ടില്ല. അസുഖം വന്ന സമയത്ത് മരുന്ന് കഴിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ടുള്ളത് എന്റെ സുഹൃത്തായിട്ടുള്ള ജാസ്മിൻ തന്നെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകളുടെ ഒരാളാണ് ജാസ്മിൻ. അപ്പോൾ അതിൽ എനിക്ക് ഒരിക്കലും ഒരു റിഗ്രറ്റ് തോന്നില്ല. കാരണം കുറച്ചുകൂടി എനിക്ക് ഈ സദാചാരബോധം ഉള്ള ആളുകൾക്ക് എതിരെ നിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ആ വീട്ടിൽ ഞാൻ നിന്നിട്ടുള്ളത്. എനിക്ക് രണ്ടാമത്തെയോ മൂന്നാമത്തെ ആഴ്ചയോ തന്നെ മനസ്സിലായിരുന്നു ഇതിൽ ഒരു നെഗറ്റീവ് സെൻസിൽ ആളുകൾ എടുക്കുന്നുണ്ട്, ഇതിനെ വേറൊരു തലത്തിലേക്ക് ഇവർ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്, ദുർവ്യാഖ്യാനം ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അപ്പോൾ പോലും പ്രണയമാണെങ്കിലും സ്നേഹമാണെങ്കിലും അത് രണ്ട് ഇൻഡിവിജ്വൽസിന്റെ, രണ്ട് വ്യക്തികളുടെ തമ്മിലുള്ള കാര്യമാണ്. അതിൽ സമൂഹത്തിന് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അതിൽ മൂന്നാമതൊരു അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു അന്താരാഷ്ട്ര വിഷയം, ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ഡിങ്കോൾ ഡാഫി സത്യമാണോ അതോ തെറ്റാണോ? ന്യൂസ് 80 ആ ഒരു ന്യൂസിൽ വന്നതാണ്ടോ ഇന്ന് ഗബ്രി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ വീഡിയോ ലൈവായിട്ട് ഇത്രയും ഇത്രയും അതപ്പതിച്ച ഈ ന്യൂസ് ചാനലൊക്കെ എനിക്കറിയാൻ പറ്റില്ല. ഇതൊരു അന്താരാഷ്ട്ര വിഷയമാണ്. ഇവനോ വളം, ഇവൻ ഇപ്പോഴും അതിൽ താങ്ങി. ഇവൻ എനിക്ക് തോന്നുന്നു ഇന്ന് ഇപ്പൊ ഇറങ്ങിയിട്ട് ഇതുവരെയായിട്ടും അവന്റെ ഒരു വീഡിയോ പോലും അവൻ കണ്ടിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കണ്ടിരുന്നെങ്കിൽ വീണ്ടും ഇവൻ ന്യൂസ് ചാനലിൽ വന്നിട്ട് ഇതിങ്ങനെ കൊണയടിക്കില്ല. ഈ മൾട്ടിപ്പിൾ ഡാഡി ഡിസോർഡർ ഉള്ള ആൾക്കാരുടെയൊക്കെ ഒരു പ്രശ്നമാണ്. പല ആൾക്കാർക്കും പച്ചക്ക് തന്തക്ക് വിളിക്കാൻ കമന്റ് ബോക്സിൽ ഇവന്റെ പറ്റാത്തത് കൊണ്ട് മാത്രമായിരിക്കും ഒരുപക്ഷെ ഇവൻ ജീവിച്ചു. കാരണം വീട്ടിലിരിക്കാൻ പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഈ ഷോ കാണുന്ന പെണ്ണുങ്ങളൊക്കെ കമന്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ കണ്ടവർ മണ്ടന്മാരാണോ, നിങ്ങൾ പൊട്ടന്മാരാണോ എന്നൊക്കെ ചോദിക്കണവർ ഉള്ളിലുണ്ടല്ലോ, പച്ചക്ക് ഇവന്റെ തന്തക്കായിരിക്കും വിളിക്കുന്നത്. സത്യം അതൊന്നും അവൻ കാണുന്നില്ലേ? എന്തോ ഇട പോട ഇറങ്ങി